ഹായ് എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടൂരിലുള്ള സ്റ്റുഡിയോയിലാണ് പോയത്. അപ്പോൾ അവിടെ നമുക്ക് ലേഡീസിനും ജെൻസിനും കിഡ്സിനും ഒക്കെയുള്ള ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഒത്തിരി ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള കളക്ഷൻ ഇല്ല. കാരണം സ്റ്റുഡിയോയുടെ കൺസെപ്റ്റ് തന്നെ എനിക്ക് തോന്നുന്നു ഈ യങ്സ്റ്റേഴ്സിനെയൊക്കെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് നമുക്കിപ്പം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവായിട്ട് നമുക്ക് പോയി കണ്ട് ഇട്ട് നോക്കി അങ്ങനെ സെലക്ട് ചെയ്യാനുള്ളൊരു കൺസെപ്റ്റാണ് അവർ കൂടുതലായിട്ടും എൻകറേജ് ചെയ്യുന്നത് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ ലേഡീസിൻ്റെ വെയേഴ്സാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് 360 ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും അവരുടെ കളക്ഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറേ ഫാമിലീസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ടീനേജേഴ്സിനൊക്കെയാണ് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെടുവാൻ തോന്നി അവിടുത്തെ ഡ്രസ്സസ് റേഞ്ച് കാണുമ്പോഴത്തേക്കും. ഇപ്പം ഡ്രസ്സസ് മാത്രമല്ല, കോസ്മെറ്റിക്സിൻ്റെ സെക്ഷനും ഉണ്ട്. അപ്പം ഡെയിലി വെയർ കളക്ഷൻസ് ഇഷ്ടംപോലെ കോസ്മെറ്റിക്സ്, ലിപ് ഗ്ലോസസ്, അങ്ങനെ നെയിൽ പോളിഷ്, അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒത്തിരി വെറൈറ്റി ഉള്ളതുകൊണ്ടും ഒത്തിരി കളേഴ്സ് ഉള്ളതുകൊണ്ടും തന്നെ നമ്മൾ നിന്ന് നോക്കി എടുക്കാനുള്ളൊരു സമയവും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നതിന് ആ ഒരു ടൈം യൂട്ടിലൈസ് ആവുമെന്ന് പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടുത്തെ ആ ലിപ്സ്റ്റിക് ഏരിയയുടെ ജസ്റ്റ് ഒരു വ്യൂ കാണിക്കുവാണ്. പിന്നെ ബോഡി മിസ്റ്റ്, അതുപോലെ ബോഡി ലോഷൻസ്, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രൈസ് റേഞ്ച് വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് ഓഫ് ഐറ്റംസ് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. 99 റുപ്പീസേ ഉള്ളൂ. അപ്പം സപ്പോസ് ഇപ്പം നിങ്ങൾ ഡിയോഡ്രൻറ്റ് തീരാറായി, കുറച്ച് പുതിയ കളക്ഷൻ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ 99 റുപ്പീസിന് നമുക്കൊരു 3-4 മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാമല്ലോ. അതുപോലെ തന്നെ ഒത്തിരി ഫുഡ് വെയർ കളക്ഷൻസും ഉണ്ടായിരുന്നു. പല വെറൈറ്റി, ഇപ്പം ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ ഹീൽഡ് ടൈപ്പ്, അതുപോലെ ഒത്തിരി വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം പ്രൈസും കുറച്ച് അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് തോന്നിയത്. 299 ഒക്കെയാണ് റേഞ്ച് വരുന്നത്. അതുപോലെ ഷൂസിൻ്റെ കളക്ഷൻസും ഉണ്ടായിരുന്നു. പിന്നെ 99 റുപ്പീസിന് വേറെ വരുന്നതെന്ന് പറഞ്ഞാൽ ഹെയർ ആക്സസറീസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഹെയർ ആക്സസറീസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അഫോർഡബിൾ ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം പ്രൈസ് 99 ആ ഒരു റേഞ്ച് അല്ലേ. പിന്നെ ഐലൈനേഴ്സ്, അതൊരു 4-5 കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റുമെന്ന് അറിയണമല്ലോ. ഡ്രസ്സസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ അത്യാവശ്യം ഏത് ഉള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണിത്. അവിടെ കുറച്ചുകൂടെ എത്നിക് വെയർ അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ആയിരുന്നു. താഴെ കുറച്ചുകൂടി ഒരു വെസ്റ്റേൺ ടൈപ്പ് ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു. പിന്നെ മേളിൽ നമുക്ക് ഇന്ത്യൻ വെയറിൻ്റെ കൂടെ തന്നെ കിഡ്സിൻ്റെ സെക്ഷനും ഉണ്ടായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി കിഡ്സിൻ്റെ സെക്ഷനിൽ എനിക്ക് ഈ കളക്ഷൻ കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അത് എല്ലാ സ്റ്റുഡിയോയിലും അങ്ങനെ തന്നെയാണെന്ന് അറിയില്ല, പക്ഷേ അടൂർ സ്റ്റുഡിയോയിലും അങ്ങനെയാണ് തോന്നിയത്. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ ജെൻസിൻ്റെ കളക്ഷൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ ഷൂസിൻ്റെ കളക്ഷനൊക്കെയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. സ്ലിപ്പറിൻ്റെ സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല റേഞ്ചിലുള്ള ഷർട്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പം 199, പിന്നെ ടീഷർട്ട്സ് ഒക്കെ പിന്നെ 299, 399, അങ്ങനെ പല റേഞ്ചിലുള്ളതുണ്ടായിരുന്നു. നമുക്ക് നോക്കി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും കവറായെന്ന് അറിയില്ല, എന്നാലും ഞാൻ പെട്ടെന്നൊരു വ്ലോഗ് അങ്ങ് എടുത്തതേ ഉള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.